റഹ്മത്തുള്ള ബഹുമാനപ്പെട്ട സഹോദരൻ, ഇത് നമ്മളെ കൂട്ടുകാരൻ അഹമ്മദുൽ കബീറാണ്. എന്റെ പൊന്നാരം അഹമ്മദ് കബീറെ, ഇവിടെ ആരപ്പോ സിഹറിന്റെ വിഷയം ചർച്ച ചെയ്ത്? നീ എന്താണ് ഇവിടെ, എന്താ ഇവിടുത്തെ തർക്കം? എന്റെ പൊന്നാര അഹമ്മദ് കബീറെ, ഇവിടുത്തെ തർക്കം എന്താന്ന് ഞാൻ പറഞ്ഞുതരാം. ഇനി ഒന്നും കൂടി എനിക്കൊരു ഉദാഹരണം പറഞ്ഞുതരാം. ഞാനും ഇജ്ജും കൂടി നമ്മളെ അടുത്തുള്ള രണ്ട് ഇന്ത്യക്ക് അടുത്തേക്കാരും ഭാരതപ്പുഴ അല്ലേ? ഞാനും ഇജ്ജും കൂടി ഭാരതപ്പുഴയിൽ കൂടി കുളിക്കാൻ പോയി. അപ്പൊ ഇജ്ജ് കുളിച്ചിക്കിടും. അപ്പൊ ഞാൻ പറയാം, ഞാനൊന്ന് കുളിക്കട്ടെ കബീറെ എന്ന് പറഞ്ഞു. അപ്പൊ ഇജ്ജ് അവിടെ കരയിലിരിക്കുക. അഹമ്മദ് കബീറെ കേട്ടോ, ഇജ്ജ് കരയിലിരിക്കുക. എനിക്കാണെങ്കിൽ നീന്തൽ അറിയില്ല. ഞാനൊരു ഒരു വലിയൊരു വെള്ളത്തിന്റെ ആഴത്തിൽ കണ്ടു പോയി. കബീറെ എന്റെ കൈ പിടിച്ചോളൂ, അഹമ്മദേ എന്റെ കൈ പിടിച്ചോളൂ, കബീറെ എന്നെ രക്ഷിക്ക് എന്ന് പറഞ്ഞ്. ഇതിൽ എന്ത് ശിർക്കാനുള്ളത് അഹമ്മദ് കബീറെ? ഇല്ല, നിങ്ങളും സമ്മതിക്കില്ല. എന്നാൽ ഞാൻ ആ മരിക്കാൻ പോണ സമയത്ത് അഹമ്മദ് കബീറിനോട് എന്റെ പാപം പുറത്തു തരണേ, എന്നെ ഹിദായത്തിലാക്കണേ, ഇനി ഈമാനോട് കൂടി മരിപ്പിക്കണേ എന്ന് പറഞ്ഞാലോ അത് ശിർക്കാന്ന് ഇജ്ജും പറയും, ഞാനും പറയും അല്ലേ? എന്തുകൊണ്ടാ? അത് സൃഷ്ടി കഴിവ്, എൻ്റെ കഴിവിൻ്റെ അപ്പുറമുള്ള സൃഷ്ടി കഴിവിനപ്പുറമുള്ള തേട്ടം. എന്നാൽ ഇവിടെ നിന്ന് നിങ്ങൾ മുശ്രിക്കുകളായി പോയത് എങ്ങനെയാണെന്നറിയോ? നിങ്ങളുടെ വിശ്വാസം അവിടെ ഇജ്ജില്ല, ഞാൻ ഒറ്റക്കാണ് കുളിക്കണ, ആരുമില്ല. അവിടെ എൻ്റെ ശബ്ദം കേൾക്കുന്ന പരിധിയിൽ ഒരു ജിന്നുണ്ടാകാന്ന് കരുതി മരിക്കാൻ പോണ സമയല്ലേ എന്തും വിളിക്കുമല്ലോ. ഒരു പുൽക്കുടി കിട്ടിയാൽ പോലും നമ്മൾ നോക്കും. അപ്പൊ എൻ്റെ ശബ്ദം കേൾക്കുന്ന പരിധിയിൽ ഒരു ജിന്നുണ്ടെന്ന് വിചാരിച്ച് ജിന്നേ എൻ്റെ ഒന്ന് കൈയൊന്ന് പിടിക്കന്നെ രക്ഷിക്ക് എന്ന് പറയും. ആരോ പോലെ ഇജ്ജ് അവിടെ എടുക്കുമ്പോ ഉണ്ടായിരുന്ന എങ്ങനെയാണോ അതുപോലെ ഇജ്ജില്ല, ആരുമില്ല. അപ്പൊ ശബ്ദം കേൾക്കുന്ന പരിധിയിൽ ജിന്നുണ്ടെങ്കിൽ അതിന്റെ കയ്യിൽപ്പെട്ടൊരു സഹായം ഞാൻ മരിക്കാൻ പോകുമ്പോൾ ഇന്നൊന്നും ഞാൻ വിളിച്ച അതിനോടൊന്ന് സഹായം തേടി, ഇന്നൊന്ന് കൈ പിടിക്കുക, എന്നെ രക്ഷിക്കുക, എന്നോട് തേടണ പോലെ. ഇതിൽ ശിർക്കില്ല എന്നാണ് നീയും പറയുന്നത്, വിസ്റ്റും പറയുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ശിർക്കില്ല. ജിന്നെ പിശാചുക്കളോട് അല്ലെങ്കിൽ തേടിയാൽ, ആ ജിന്നിനോട് തേടിയാൽ അത് ശിർക്കില്ല എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നതോടുകൂടി നിങ്ങൾ മുശ്രിക്കുകളും കാഫറുകളുമായി നിങ്ങൾ ഇസ്ലാമിലേക്ക് തിരിച്ചു വരണം. ഇത്രയേ ഉള്ളൂ ഞങ്ങൾ പറയുന്നത്. അത് ശിർക്കാണ്. ശിർക്കായ ഒരു കാര്യം ശിർക്കില്ലെന്ന് വിശ്വസിക്കുന്നത് ശിർക്കാണ്. മനസ്സിലായ? ജിന്നി പിശാചുക്കളോടുള്ള എല്ലാം നമ്മുടെ സഹായത്തട്ടങ്ങൾ ശിർക്കാണ്. ഇതാണ് KNM പറഞ്ഞത്. അതിക്ക് സിഹറും മറ്റതും മറിച്ചും ഒന്നും കൊണ്ടുവരണ്ട. നീ പറഞ്ഞ സിഹറിന്റെ സംഭവം എടുത്തിട്ട് ലോകത്താരെങ്കിലും ഇങ്ങനെ ശബ്ദം കേൾക്കുന്ന പരിധിയിലുള്ള ജിന്നിനോട് അതിന്റെ കഴിവിൽപ്പെട്ടത് തേടിയാൽ ശിർക്കാകൂല, അതിന് തെളിവ് ഈ സിഹറിലെ സംഭവമാണെന്ന് ആരെങ്കിലും പറഞ്ഞോ? ഈ സിഹർ എന്താ, അത് നമുക്ക് വേറെ ചർച്ച ചെയ്യാം. അജ്ജി പറഞ്ഞ മാതിരി ഒന്നുമല്ല, അത് നമുക്ക് വേറെ ചർച്ച ചെയ്യാം. പക്ഷെ ഇപ്പൊ എനിക്ക് മനസ്സിലായോ അഹമ്മദ് കബീർ ഒറ്റപ്പാലം, എന്താ തെക്കടിയൂരോ, എന്താണ് എന്റെ സ്ഥലത്തിന്റെ പേര്? ഈ ശിർക്ക് ഒഴിവാക്കുക അഹമ്മദ് കബീറെ. നമ്മളെന്താണെന്നറിയാം, നമ്മളെ സംബന്ധിച്ച്, മനുഷ്യനെ സംബന്ധിച്ച് അദൃശ്യബോധവുമായി ജിന്നി പിശാചുക്കളോട് മനുഷ്യൻ നടത്തുന്ന എല്ലാ സഹായാർത്ഥനയും ശിർക്ക. പ്രാർത്ഥന ആണെങ്കിൽ ശിർക്ക് എന്നല്ല, പ്രാർത്ഥന ആകാത്ത ഒരു സഹായത്തോട്ടും അവരോട് നമുക്കില്ല. അതുകൊണ്ട് അതെല്ലാം ശിർക്കാണെന്ന് വിശ്വസിക്കണം. ഞാൻ തേടൂല, ഞാൻ ഒരിക്കലും ഞങ്ങൾ തേടൂല, ഞങ്ങൾക്ക് അള്ള മതി എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ശിർക്കായ ഒരു കാര്യം ശിർക്കല്ലെന്ന് വിശ്വസിച്ചാലും അവൻ മുശ്രിക്കാണ്. തേടുന്നവന്റെ വിധിയാണ്, അതാണ് ഇസ്ലാമിന്റെ നിയമം. മനസ്സിലായ? ഒരാളിപ്പോ ഗുരുവായൂരപ്പനെ വിളിച്ച് ശബരിമലയപ്പനെ വിളിച്ചൊന്നും തേടണ്ട, അല്ലെങ്കിൽ ഒരാൾ മൊയ്തീൻ വിളിച്ച് തേടുന്നു വേണ്ട. അങ്ങനെ തേടിയാൽ അത് ശിർക്കല്ല എന്ന് വിശ്വസിച്ചാൽ തന്നെ അവൻ മുശ്രിക്കായി മാറും. മനസ്സിലായോ? റഷീദേ, വിവരമില്ല എന്നുള്ള വിവരം കൂടി അണക്കില്ല എന്നുള്ളതിന് തെളിവാണ് എൻ്റെ വോയിസ്. സലഫികൾക്കില്ലാത്ത വാദങ്ങൾ ആരോപിച്ച് ചോദ്യവുമായി തെണ്ടി നടക്കുന്ന നീ ഷിർക്കാണെന്ന് പറയുമ്പോൾ, മുഷിരിക്ക്, കാഫിർ എന്നൊക്കെ വിളിക്കുമ്പോൾ ആരനെ വിളിക്കുന്നത്? അള്ളാഹു അല്ലാത്തവർക്ക് അദൃശ്യവും അഭൗതികവുമായ അറിവും കഴിവുണ്ട് എന്ന് വിശ്വസിച്ചാൽ തന്നെ അബൂജഹലായി പോവും, നിന്നെ പോലെയും സമസ്തക്കാരെ പോലെയും എന്ന് പറയുന്ന ഞങ്ങളോടാണ്. ഏത് ഷിർക്കല്ലാത്ത വിശ്വാസവുമായി ബന്ധപ്പെട്ട് പോലും സഹായം ചോദിക്കാൻ പാടില്ല, വസീലത്ത് ഷിർക്കാണ് അറിയുന്ന ഞങ്ങളെ മുഷിരിക്കും കാഫിർ എന്ന് പറയുന്നത്. സത്യത്തിൽ ഷിർക്ക് ചെയ്യുന്ന അഹ്ലി കിതാബ് വരെ പോലും അള്ളാഹു റസൂല് പോലും മുഷിരിക്ക് എന്ന് ഉപയോഗിച്ചിട്ടില്ല. നീ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ള പറയും, അള്ളാഹു അല്ലാത്തവരെ ആരാധിക്കരുത്, ആരാധന ഒന്നും ചെയ്യണ്ട, അദൃശ്യവും അഭൗതികവുമായ അറിവും കഴിവുമുണ്ട്, അഭൗതികമായ ഇടപെടും, മനസ്സറിയാൻ കഴിയുന്ന വിശ്വസിച്ചാൽ തന്നെ, അത് കണ്ണിന്റെ മുന്നിലുള്ള മനുഷ്യരായാലും ഈ സൃഷ്ടികളിൽ ആരെ പറ്റിയാലും ആ വിശ്വാസം ഉണ്ടായാൽ തന്നെ അള്ളാഹുല് പങ്കുചേർക്കലും ഇലാഹാക്കലുമാണ്. അഭൗതികമായ മാർഗത്തിൽ ഉത്തരം പ്രതീക്ഷിച്ചുകൊണ്ട് തേടിയാൽ ആരാധിക്കലാണ്, എന്ത് കർമ്മം ചെയ്താലും ആരാധിക്കലാണ് എന്ന് പറയുന്നവരാണ് ഞങ്ങൾ. ജിന്നുമലക്കുകൾ അടുത്തുണ്ടെങ്കിൽ ഓടി വരണേ എന്ന് ഒരുത്തം ജാഹില് പറഞ്ഞാൽ പോലും, നേരിട്ട് മനുഷ്യരെ പ്രതീക്ഷിക്കും പോലെ പ്രതീക്ഷിച്ച് ചോദിച്ചാൽ പോലും വസീലത്ത് ഷിർക്കു ഹറാമുമാണ്. എന്തുകൊണ്ടാണ്? പ്രമാണമല്ലാത്തതുകൊണ്ട്. മനുഷ്യരുമായിട്ട് പോലും ഷിർക്ക് പറ്റൂല. നേരിട്ട് കണ്ണിന്റെ മുന്നിലുള്ളവനെ പറ്റി ആ വിശ്വാസം ഉണ്ടായി, പ്രാർത്ഥിച്ചു, ആ പ്രാർത്ഥനയുടെ പദങ്ങൾ കേട്ട് നേരിട്ട് അവൻ എന്തായാലും ചെയ്താലും അവൻ പ്രാർത്ഥന കേട്ടിട്ടില്ല, ഉത്തരം ചെയ്തിട്ടില്ല. എൻ്റെ ഉസ്താദുമാരെയും വിശ്വാസം പോലെ ആ വിശ്വാസം അവനെ ഷിർക്കാക്കി, അവൻ്റെ കർമ്മം ആരാധിക്കലാക്കി. ഇത് പറയുന്നവരാ ഞങ്ങളെ. ആ ഞങ്ങളെ മുശ്രിക്കും കാഫിറും വിളിക്കുന്ന നിന്റെ അധോഗതി എന്താ? അതല്ലേ ഞാൻ നിന്നോട് ചോദിച്ചത്.
എന്നെ കാണുന്ന കേൾക്കുന്ന പരിസരത്ത് വല്ല ജിന്നോ മലക്കോ ഉണ്ടെങ്കിൽ ഓടി വരണേന്ന് മനുഷ്യന്മാരെ പ്രതീക്ഷിക്കുമ്പോൾ പ്രതീക്ഷിക്കാൻ പാടില്ല, പ്രതീക്ഷിച്ചു. അതിനാണ് ജഹാലത്ത് എന്ന് പറയുന്നത്, അതിനാണ് വസീലത്ത് ഷിർക്ക് ഹറാം എന്ന് പറയുന്നത്. മനസ്സിലാണ്ടോ? അങ്ങനെ പോലും പാടില്ല എന്ന് പറയുന്ന ഞങ്ങളെ ഷിർക്ക് ആരോപിക്കുന്ന നീ, ശരി അത് ഷിർക്കാണെങ്കിൽ അള്ളാഹിനെ പറ്റി ആ വിശ്വാസം വിളി തൗഹീദാണോ എന്ന് ചോദിച്ചാൽ മറുപടി ഉണ്ടെനക്ക് ഇല്ല. അത് ഷിർക്കും കുഫറുമാണ്, സൃഷ്ടികളിലേക്ക് അള്ളാഹിനെ തുല്യപ്പെടുത്തലാണ്. അപ്പോൾ എന്തായി? അത് തൗഹീദാണെന്ന് പറഞ്ഞാൽ ശങ്കരാചാര്യരാവും. അപ്പോൾ അതാണൊക്കെ സമ്മതിക്കാൻ പറ്റൂല. അപ്പോൾ അത് ഷിർക്കും കുഫറുമാണെന്ന് സമ്മതിക്കുന്നതോട് കൂടി നീ ഞങ്ങളെ ഈ മുശ്രിക്ക് കാഫിർ എന്ന് വിളിക്കുന്നതോട് കൂടി സ്വയം അബൂജഹലായി പോയി. അതിന് ഏറ്റവും വലിയ തെളിവുന്നുണ്ട്. എവിടുന്ന് വിളിച്ചാലും എപ്പോൾ വിളിച്ചാലും ഏത് ഭാഷയിൽ ഏത് കാര്യത്തിന് വിളിച്ചാലും പരിധിയില്ലാതെ കേൾക്കാനും കാണാനും അറിയാനും സൃഷ്ടികൾക്ക് കഴിയുമെന്ന് വിശ്വസിച്ചാൽ ഷിർക്ക്, അള്ളാഹ്ക്ക് കഴിയുമെന്ന് വിശ്വസിച്ചാൽ തൗഹീദ്, അള്ളാഹ്ക്ക് മാത്രമേ കഴിയുള്ളൂ എന്ന് വിശ്വസിച്ചാൽ തൗഹീദ്. അല്ലേ? അങ്ങനെയാണ് തൗഹീദും ഷിർക്കും പഠിപ്പിക്കുക. അഭൗതികമായ മാർഗത്തിൽ ഉത്തരം പ്രതീക്ഷിച്ചുകൊണ്ട് അള്ളാഹിനോട് തേടിയ തൗഹീദ്, അള്ളാഹിനോട് മാത്രം തേടിയ തൗഹീദ്, സൃഷ്ടികളോട് ആരോട് നടത്തിയാലും ഷിർക്ക്. ഇതാണ് തൗഹീദും സുന്നത്തും പഠിപ്പിക്കുന്നത്. അതാണ് ഞങ്ങൾ പഠിപ്പിച്ചിട്ടുള്ളത്. വൈരുദ്ധ്യമില്ലാത്ത ആദർശം. ഇസ്തിംതാല് ഷിർക്കുമുണ്ട്, വസീലത്ത് ഷിർക്കുമുണ്ട്. അതിൽ ഇസ്തിആനത്ത് പെടും. ഇസ്തിആനത്ത് എന്താ? കർമ്മമാണ്. അത് ആരാധനയാവുന്ന എപ്പോഴാ? അന്റി സമസ്തക്കാരും വിശ്വാസം ഉണ്ടാകുമ്പോൾ. അഭൗതികരും അഭൗതികമായി ഇടപെടുന്നവരുമാണ് സൃഷ്ടികൾ എന്ന് ഏത് സൃഷ്ടികളെ പറ്റി വിശ്വസിച്ചാലും അന്നെ പോലെ ഷിർക്ക് പോയി. പിന്നെ ഓലോട് ഷിർക്കല്ലാത്തൊരു കർമ്മമില്ല. അപ്പം എൻ്റെ വിശ്വാസത്തിൽ തന്നെ ഷിർക്കുണ്ട്, അതുകൊണ്ട് ഷിർക്കല്ലാത്തൊരു കർമ്മം ജിന്നുകളോടില്ല. പക്ഷെ ആ വിശ്വാസം ഷിർക്കല്ല, കർമ്മം മാത്രം ഷിർക്ക് എന്ന് പറയുന്ന എൻ്റെ വൈരുദ്ധ്യം അനക്ക് മനസ്സിലാകാത്തതുകൊണ്ട് ആണല്ലോ ഇജ്ജും എൻ്റെ ഉസ്താദുമാരും പിശാചുവാദികളായിട്ട് നടക്കുന്നത്. അന്നെപ്പോലെ വിഡ്ഢിയാകാൻ നമുക്ക് താല്പര്യമില്ലാത്തതുകൊണ്ടല്ലേ നിങ്ങളൊപ്പം നടക്കാത്തത്. അല്ലാതെ നമ്മുടെ ഇഷ്ടത്തിൻ്റെ ആളുകൾ ഇവിടെ എന്താ ലക്ഷങ്ങൾ കൊടുന്നാലും കോടികൾ തന്നാൽ പോലും നമുക്ക് ആദർശം മാറ്റാൻ പറ്റില്ല. ഞങ്ങൾ സമസ്തയിൽ നിന്ന് പോകുന്ന ആൾക്കാരാണ്. അപ്പോൾ ഇസ്തിംതാല് ഷിർക്കുമുണ്ട്, വസീലത്ത് ഷിർക്കുമുണ്ട്. അതിൽ ഇസ്തിആനത്ത് പെടും. ഈ വസീല കർമ്മം ഏതിലായാലും കർമ്മം പെടും. ഷിർക്കായ ഇസ്തിംതാണെങ്കിൽ കർമ്മം ആരാധിക്കൽ. ഷിർക്കില്ലാത്ത വിശ്വാസപ്രകാരമാണെങ്കിലോ കർമ്മം ഹറാമ്, വസീലത്ത് ഷിർക്ക്. അപ്പം അതെൻ്റെ ഉസ്താദ് സമ്മതിച്ചു. പിശാചിനനുസരിച്ച് പിശാചിനോ പിശാചല്ലാത്ത സൃഷ്ടികൾക്കോ അദൃശ്യവും അഭൗതികവുമായ അറിവ് കഴിവുകളുണ്ട്, അഭൗതികമായി ഉത്തരം ചെയ്യുന്ന വിശ്വസിച്ചാൽ ഷിർക്കായി. ആ വിശ്വാസത്തിലാണ് എൻ്റെ ഉസ്താദുമാരും സമസ്തക്കാരും. പിന്നെയുള്ള കർമ്മങ്ങളൊക്കെ ആരാധിക്കാനുണ്ട്. പക്ഷെ ഞങ്ങൾക്ക് ആ വിശ്വാസം കയറിയിട്ടില്ല. മനസ്സിലാണ്ട? പിന്നെ വസീലത്ത് ഷിർക്ക് എന്ന് പറഞ്ഞത് എന്താണ്? ഷിർക്കം വിശ്വാസമില്ലാതെ പിശാചിനനുസരിച്ച് അള്ളാഹു റസൂലും നിരോധിച്ച കാര്യങ്ങൾ പരസ്പരം സൃഷ്ടികളോട് ചോദിക്കുക, പറയുക, പ്രവർത്തിക്കുക എന്നുള്ളതാണ്. അതാണ് ഞങ്ങൾ വസീലത്ത് ഷിർക്ക് പറയുന്നത്. എൻ്റെ വിശ്വാസം ഉണ്ടെങ്കിൽ ചോദിക്കേ, കർമ്മം ചെയ്യേ വേണ്ട. ഈ കർമ്മം മാത്രം ഷിർക്ക് പറയുന്നത് എൻ്റെ വിവരക്കേടാണ്. അദൃശ്യ സൃഷ്ടികൾ മനുഷ്യന്റെ കാര്യത്തിൽ ഇടപെടുന്നുണ്ട്, അത് നമുക്ക് മനസ്സിലാകുന്നില്ലെങ്കിലും വിശ്വസിക്കണം. അത് അഭൗതികമായിട്ടാണെന്ന് എന്നെ പോലെ വിശ്വസിച്ച അബൂജഹലായി. നിഷേധിച്ചാൽ കുഫർ, ഭൗതികമായിട്ടാണെന്ന് വിശ്വസിച്ചാൽ ഷിർക്കുമല്ല, അത് അനുവദനീയവുമാണ്. അത് നിഷേധിച്ചാലോ നീ കുഫറിലും പോയി. എത്ര വ്യക്തമാണ്. എൻ്റെ ഇതേമാതിരി പ്രസംഗിക്കാൻ പറ്റും.